നാദൃഷിക്കാൻ്റെ ഓരോ പടവും വ്യത്യസ്തമായിട്ടുണ്ട്. പിന്നെ ഇതിൽ സിറ്റുവേഷന് പറ്റിയ കോമഡിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതിൽ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. യുവതലമുറയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്ന രീതിയിലുള്ള ഒരു ചിത്രവും കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയത്. പടം അത് വിചാരിച്ച് ഞാൻ റാഫി നാദൃശ കൂട്ടുകെട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കോമഡി പടം പ്രതീക്ഷിച്ചു. പക്ഷേ ഇത് കോമഡി അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു പടം. അതായത് മയക്കുമരുന്ന് ആ സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇതിൽ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ കോമഡീസും നന്നായിട്ട് വന്നിട്ടുണ്ട്. അർജുൻ അശോകനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും വാച്ചബിളാണ്. അടിപൊളി പടം. സൂപ്പർ സൂപ്പർ കോമഡിയാണ്. നല്ല എന്താ പറയുക, ഇപ്പോഴത്തെ ഡ്രഗ് മാഫിയനെയൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു കൊച്ചിയുടെ സെറ്റപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. സൂപ്പർ. നല്ലതാണ്. നാദൃഷിക്ക സാധാരണ കോമഡി സിനിമകളാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു ജേണലിലാണ് ഇക്ക പടം ചെയ്തിരിക്കുന്നത്. ഗംഭീരമാണ്. ഫാമിലിയായിട്ടൊന്ന് കാണുക. ഞാൻ അഭിനയിച്ചുകൊണ്ട് ഞാനൊന്നും പറയാനില്ല. പുതിയൊരു നായകനെ മലയാള സിനിമയ്ക്ക് കിട്ടി. ഓക്കെ, പടമാണ്. എല്ലാവരും പോയി കാണുക. ഒരുപാട് സന്തോഷം. എല്ലാവരും നല്ല വർക്കായിട്ടുണ്ട്. അവിടെ ഇവിടെ കുറച്ച് ചിരികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലൊന്ന് കാണണം. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. വാപ്സിനൊപ്പം നല്ല നല്ല എക്സ്പീരിയൻസ്. പിന്നെ അങ്ങനെ സീനിൽ കാണുമ്പോൾ തോന്നണ്ട, അച്ഛനും മകനോ തോന്നുന്നുണ്ടോ? സന്തോഷമുണ്ട്, കുറേ സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും കൂടെ കാണാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം. അത്രയേ ഉള്ളൂ. കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആൾക്കാരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ഇതുവരെ അറിയില്ല. പക്ഷെ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. എൻജോയ് ചെയ്തു. ഞാൻ ആ പോർഷൻ ഒരുപാട് ഡബ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചിരിച്ചതാണ്. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ ഒരുപാട് വർക്ക് ആയതിൽ സന്തോഷം. വെരി ഹാപ്പി. പാപ്പ ഇവിടെ ഇല്ല, ട്രാവലിംഗിലാണ്. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല. നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. പെർഫോമൻസ് കണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ത്രില്ലറാണോ കോമഡിയാണോ? രണ്ടും. ആള് കോമഡി കുറേ നാളുകൂടിയല്ലേ ചെയ്യണം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമാണ്. ഇപ്പം ഇറങ്ങിയ പടങ്ങളുടെ കൂടെ ഈ പടം പിടിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസമാണ്. ഇപ്പം ഒമർ ലുലുവിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുക. അത് കോമഡി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് വളരെ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുകളിൽ കിട്ടി എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത ചില മലയാള സിനിമയിൽ ടോപ്പ് വില്ലന്മാരല്ല ഇതിനകത്ത് കോമഡിയായി ഇത് ആ ട്രാക്ക് പിടിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. റിയാസ് ഖാൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട്. അതെ 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 അതെ, അങ്ങനത്തെ ഒരു പരിപാടി വർക്കൗട്ട് ആയിരുന്നു. ഏതോ കൊള്ളാം, അടിപൊളിയല്ലേ? എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവരും ഇഷ്ടപ്പെട്ടു. അതെ അതെ അതെ, പുതിയതായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല. രസമായിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും രസമായി വന്നിട്ടുണ്ട്. അതെ, SHO എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ അത് കുറച്ച് തല്ലുപിടിച്ച് മേടിച്ച ക്യാരക്ടറാണ്. എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് മേടിച്ച ക്യാരക്ടറാണ്. കുറേ കഷ്ടപ്പെടായിരുന്നു. ആദ്യമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ തന്ന് ഇപ്പോഴാണ് ഒരു നല്ലൊരു പരിപാടി തന്നത്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.